പറയുകയാണെങ്കിൽ അങ്ങനെ നിൽക്ക് 3 മണിക്ക് ഭഗവാന്റെ നിർമാല്യം കാണാം, എല്ലാവർക്കും കാണാം. അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ 3:05 നിർമാല്യത്തിന്റെ കഴിഞ്ഞ 3:15 വരെ വാഗചാർത്തുണ്ട്. അതിന്റെ ഇടയിൽ ശംഖാഭിഷേകം ഉണ്ട് ഭഗവാന്. അത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം വിശ്വരൂപമായിട്ട് ഭഗവാൻ നിൽക്കും. ഡ്രസ്സൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അടയ്ക്കും. ആ സമയത്ത് ഭഗവാന് വെള്ളി കിരീടം വെച്ച് വനമാല, കസ്തൂരിമാല, 2 മാല. ഒന്ന് വനമാല വെള്ള, കസ്തൂരിമാല പച്ചയും ചുവപ്പും കൊടുക്കും. അത് അണിയിച്ച് അങ്ങനെ നിർത്തും. അത് കഴിഞ്ഞാൽ ഭഗവാനൊരു നേദ്യമുണ്ട്. ചെറിയ താമ്പാളത്തിൻ്റെ തലപ്പത്തിന് നേന്ത്രപ്പഴം, കദളിപ്പഴം, പഞ്ചസാര, വെണ്ണ, മലര്, ഇതെല്ലാം കൂടി അകത്തേക്ക് നമ്പൂരാർ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അത് അകത്തേക്ക് വെച്ചിട്ട് അലങ്കരിക്കാൻ ഗുരുവായൂർ നമ്പൂരാരുണ്ട്. അതിന് അവകാശപ്പെട്ടത് അവര് ഭഗവാനെ ഈ പട്ടുകോണൊക്കെ ഉടുപ്പിച്ച് ഒരു ഒത്തിരിയൊക്കെ എടുത്ത് അതിലേക്ക് കിങ്ങിണി ഇതൊക്കെ ഇട്ട് ഒത്തിരി ഒരു ഭംഗിയാക്കിയിട്ട് നേദ്യം കഴിക്കും കൊണ്ടുപോയത്. അത് കഴിഞ്ഞാൽ തുറന്നു കുറച്ച് നേരത്തിന് പിന്നെ 4:30 മലർ നേദ്യത്തിന് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അടയ്ക്കും. അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറന്ന എല്ലാവർക്കും ഉഷപൂജ ഉണ്ട്. 5:45 ഉഷപൂജ ഉണ്ട്. ഇപ്പൊ മുമ്പത്തെ ഇത്തിരി നേരത്തെ തുറന്നു. ഉഷപൂജയ്ക്ക് അടച്ചാൽ തുറന്ന ഒരു 10-15 മിനിറ്റ് അടച്ച് തുറക്കാനൊക്കെ കൂടി 20 മിനിറ്റ് വരും. ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കും. ഉഷപൂജ തുറന്നാൽ എല്ലാവർക്കും അകത്ത് കയറി തൊഴാം. തൊഴുത് കഴിഞ്ഞാൽ ശിവേലി 6:45 ഇപ്പൊ ശിവേലി പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നേരത്തെയാണ്, മറ്റത് 7 മണിക്കാണ് പതിവ്. ശിവേലി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തിന് അലങ്കാരം കാര്യമായിട്ടൊന്നുമില്ല. അലങ്കാരം ഉച്ചപൂജക്കാണ് അലങ്കരിച്ച് കണ്ണനെ കാണാൻ പലതരം രൂപത്തിലാവും. സമയമില്ല ഉച്ചപൂജക്ക്. ആ ശിവേലി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്നുമില്ല. 8 മണിയുടെ മുമ്പേ പാവും പാലാഭിഷേകം ഭഗവാന്. പാലാഭിഷേകം കഴിഞ്ഞാൽ 8:30 പന്തീരടി പൂജ, ഊണ്, ഇതുണ്ട്, വെള്ളനേദ്യുണ്ട്. അതൊരു 1/2 മണിക്കൂർ കൊണ്ട് തുറക്കും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ വരെ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഉച്ചപൂജ നേരത്ത് ഭഗവാനെ അലങ്കരിക്കും. ഓരോ ദിവസം ഇല്ല അത് ഈ അലങ്കരിക്കുന്നവരെ പോലെ ഇരിക്കും. മേശാന്തി ഉണ്ടാവും.